വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ട്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കും. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. മരണകാരി മക സുരചീർജോ മരണനായ പരാപരനെ മരണകാരി മക സുരചീർജോ മരണകാരി മക സുരചീർജോ തിരയുടച്ചു തകർപ്പതിനായി ധീരതയോടമനി അവതരിച്ചോടു കാരുണ്യ പൂരാകടലേ കരളലയുഗ ദിനമന്നുക പുണ്യ പൂരാകടലേ കരളലയുഗ ദിനമന്നുക പുണ്യ പൂരാകടലേ. പാപമതാഞ്ജലി പൂണ്ടുണ്ടലാകെ ഭീകരമായ വിധം മലിനത്വം. പാപമതാഞ്ജലി പൂണ്ടുണ്ടലാകെ ഭീകരമായ വിധം മലിനത്വം. പാപമതാഞ്ജലി പൂണ്ടുണ്ടലാകെ ഭീകരമായ വിധം മലിനത്വം. ചേർന്നു വിരൂപതയാർന്നൊലി വന്നു ചേരുവനിന്നരികതിൽ ഭാഗ്യമുണ്ടായിടുവ കാരുണ്യ പൂരാകടലേ കരളലയുഗ ദിനമന്നു കാരുണ്യ പൂരാകടലേ കരളലയുഗ ദിനമന്നു കാരുണ്യ പൂരാകടലേ. ആനന്ദ കുയിലേ ആനന്ദ കുയിലേ ആനന്ദ കുയിലേ ഈ പമ്പ ചന്തറിതു ആരംഭിച്ചില്ലേ. 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 വൃക്ഷ കൊമ്പിൻ മീതിലിരുന്നു മൊഴി മധുരമായി പാടുക നിദിനം. വൃക്ഷ കൊമ്പിൻ മീതിലിരുന്നു മൊഴി മധുരം പാടുക നിദിനം.
ദിനവും കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരാ കടലേ ആർക്കുവദീവ മനോഹരമാം നിൻ സ്വർഗ യെരൂശലേ മാളിക മുറിയിൽ ആർക്കുവദീവ മനോഹരമാം നിൻ സ്വർഗ യെരൂശലേ മാളിക മുറിയിൽ ആർക്കുവദീവ മനോഹരമാം നിൻ സ്വർഗ യെരൂശലേ മാളിക മുറിയിൽ ആർക്കുവദീവ മനോഹരമാം സ്വർഗ യെരൂശലേ മാളിക മുറിയിൽ ആർക്കുവദീവ മനോഹരമാം ആർക്കുവദീവ മനോഹരമാം ആർക്കുവദീവ മനോഹരമാം സ്വർഗ യെരൂശലേ മാളിക മുറിയിൽ ദീർഘയുഗം വസിക്കാനന്ദമാൻ വീട്ടുകാലും നിൻ കരുണക്കാതു ബദല ദീർഘയുഗം വസിക്കാനന്ദമാൻ വീട്ടുകാലും നിൻ കരുണക്കാതു ബദല കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരാ കടലേ കരളലിയുഗ ദിനമനു കരളലിയുഗ ദിനമനു കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. അടുത്തത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്ക് വഴി ഉണ്ടാക്കും. വിടുതൽ നടക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടേണ്ട, ദൈവം പോക്ക് വഴി ഉണ്ടാക്കും. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് കൊരിന്ത് ലേഖനം. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി, 1-ഉം 2-ഉം ലേഖനം. 2 ലേഖനവും ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവജനത്തിന്റെ വിശുദ്ധീകരണമാണ്. ഞാൻ പറയാറുണ്ട്, റോമാലേഖനം നീതീകരണം, കൊരിന്ത് ലേഖനം വിശുദ്ധീകരണമാണ്. നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ തിരികിതം. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം, അതിൽ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാണ് വായിച്ചത്. 1-ാം ലേഖനത്തിലെ 16 അധ്യായങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നതാ വിഷയം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവര് ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തില് ഈർഷ്യയും പകയും പണക്കമൊക്കെ ഇരിക്കുന്നു. 4-ാം അധ്യായത്തിൽ ഉള്ളതെല്ലാം അറിവ് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയ്ക്ക് പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നു. 6-ാം അധ്യായത്തില് കേസും കോടതിയും വ്യവഹാരവും. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കം നടക്കുക. 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ് പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു, ഇയാൾ ആരാന്ന്. 10-ാം അധ്യായത്തിൽ എൻ്റെ ഭാഷക തിന്ന് മുടിഞ്ഞു പോയവൻ്റെ ചരിത്രമാണ്. 11-ാം അധ്യായത്തിലെ ഫാഷനാ. ലോകക്കാരേത് ഫാഷൻ കാണിക്കുമോ അതെല്ലാം സൺഡേ സഭയെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക. ഞാനത് പിന്നെ പറയാൻ സമയമുണ്ടെങ്കിൽ. മാത്രമല്ല 11-ാം അധ്യായം തിരുമേശകരുടെ ഉപദേശമാണ്.
ആരെടുക്കണം, എങ്ങനെ എടുക്കണം, എടുക്കുന്ന ആൾ എങ്ങനെ ആയിരിക്കണം, കൊടുക്കുന്ന ആൾ എങ്ങനെ ആയിരിക്കണം. ചുമ്മാ കപ്പലിൻ്റെയും വെള്ളവും കുടിച്ചു പോകും പോലെ പോകരുത്. അപ്പോൾ അതാണ് 11-ാം അധ്യായം. മൈക്കിച്ചറോടൊന്ന് എനിക്കൊരു അപ്പോൾ 12-ാം അധ്യായത്തിലെ കൃപാവരങ്ങൾ നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചിലർ പറയുന്നു. നിന്നിട്ടില്ല. അന്യഭാഷയും നിന്നിട്ടില്ല, പ്രവചനവും നിന്നിട്ടില്ല, രോഗശാന്തി നിന്നിട്ടില്ല, വീര്യപ്രവൃത്തി നിന്നിട്ടില്ല. പറയുന്നവർക്ക് നിന്നായിരിക്കും. നിന്നിട്ടില്ല. 13-ാം അധ്യായത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വരം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ. 15-ാം അധ്യായം വിശുദ്ധന്മാരുടെ മരണവും രൂപാന്തരവും ഉയർപ്പും പുനരുത്ഥാനവും പ്രത്യാശയുടെ അധ്യായമാണ്. 16-ാം അധ്യായം വലിയ പ്രത്യാശയുള്ളതല്ല. കാരണം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെ ചരതിച്ചു വെച്ചതെല്ലാം കൊണ്ടുവരണമെന്ന, അത് പ്രത്യാശയുള്ളതൊന്നുമല്ല. അപ്പോൾ ഓടിച്ച് ഈ 16 അധ്യായത്തിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ സാധാരണ പോകുക പതിവാ. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. പക്ഷം അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേബാബിന്റെ പക്ഷം, കുറച്ച് പേര് ക്രിസ്തുവിന്റെ പക്ഷം, എല്ലാം പക്ഷം പിടിക്കുക. മിക്ക സഭകളിലും സെൻറ്ററിലും സ്റ്റേറ്റിലും ജനറലിലും ലോക്കലിലും എല്ലാം പക്ഷമാണ്. ഞാൻ ഒരു സഭയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ, പൊതുവില്ല. ചില സഭയിൽ ചെന്നാൽ പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു പക്ഷം, ട്രഷാറും 3-4 പേര് വേറൊരു പക്ഷം, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ചില ഇടങ്ങളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, ലണ്ടൻ എല്ലാം കൂടെ ഒരു പക്ഷം, നാടനെല്ലാം കൂടെ ഒരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ചില ഇടങ്ങളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുനിറമെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. കൊരിന്ത് സഭയിലും ഇവർ പക്ഷം പിടിക്കുക. ഈ കൊരിന്തിനെ പറ്റി പഠിക്കുമ്പോൾ, കൊരിന്ത് സഭയെ പറ്റി പഠിക്കുമ്പോൾ വിസ്തരിക്കുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാ, നമ്പർ 1 സഭയാ. 1-4 വായിച്ചേ. 1-4 ഇവരുടെ ക്വാളിറ്റി. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിർത്താൻ ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും. അപ്പൊ നമ്പർ 1 സഭയാ, നല്ല സഭയാ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചപ്പോൾ സ്തോത്രം ചെയ്യുന്നെന്നാ പൗലോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കുക. വിശ്വാസ കുടുംബങ്ങളെയും വ്യക്തികളുടെയും പേര് പറയുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് പറയാൻ പ്രേരണ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ശുശ്രൂഷകരുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം. ചില ഇടങ്ങളിൽ ചിലർക്ക് പേര് പറയുമ്പോൾ തന്നെ ഉള്ള പ്രത്യാശയും കൂടെ പോവുക. എന്നാൽ ചെല്ലി പറയും, കർത്താവ് ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സൂസന് വേണ്ടി പ്രാർത്ഥന, സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്, ആയുസ് കൊടുക്കണം, ദീർഘായുസ് കൊടുക്കണം. സഭയുടെ യോഗങ്ങളൊന്നും മുടക്കുന്നില്ല, കൂട്ടായ്മയ്ക്ക് വരുന്നല്ലോ, വളരെ ഉത്സാഹമാണല്ലോ, ദൈവമക്കളെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ആദരിപ്പാനും ഒക്കെ നല്ല മനസ്സുള്ള കുടുംബമാണല്ലോ, 2 പേരെയും സഹായിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, നിർത്തരുത്. ഉദാഹരണമാണ്. എന്നാൽ ചിലരെ ഓർക്കുമ്പോഴെല്ലാം അങ്ങ് ഞരക്കവാ. എബ്രാഹിമത്തോണ്ട് ഞരങ്ങിക്കൊണ്ട് ജയിപ്പിക്കുക. താവേ തങ്കച്ചൻ, പേര് ക്ഷമിക്കണേ അങ്ങനെ ഉണ്ടെങ്കിൽ, തങ്കച്ചൻ വന്നിട്ടുണ്ട്, ഇതുപോലെ ഈ സഭയ്ക്കൊരു പാരയാണ്, ഇന്നും വന്നിട്ടുണ്ടല്ലോ, ദൈവമേ നാവിനെ ബന്ധിക്കണമേ, സിംഹത്തിൻ്റെ നായെ ബന്ധിച്ച ദൈവമേ തങ്കൻ്റെ നാവിനെ ഒരക്ഷരം ഉരിയാടാൻ മനസ്സിലാകാഴിയാന്നോ, എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ. അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് നന്നല്ലെന്നാ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ കൊരിന്ത്യരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ പ്രേരണയാ. അല്ല, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തെ നിങ്ങളെ കുറിച്ച് എപ്പോഴും. അടുത്തത്, ഇവര് സാക്ഷ്യമുള്ളവരുമാ. സാക്ഷി പറയാനും അറിയാം, സാക്ഷ്യം പറയുകയും ചെയ്യും. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് കൊണ്ട് പപ്പും തൂവലും പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ ചിലരങ്ങനെ പറയും. ഒരു ചെറിയ പനിയായിരുന്നു, യേശു സൗഖ്യമാക്കിയെന്ന് പറഞ്ഞിരുന്നാൽ മതി, ഇരിക്കുകയല്ല.
പനി വന്ന വഴി വന്ന വിധങ്ങൾ വന്നിട്ട് എത്ര ദിവസം എങ്ങനെയൊക്കെ നിന്നിങ്ങനെ കറങ്ങുന്ന കാണാൻ നിന്ന് മെനക്കേട് കേസുകളായി ഇതെല്ലാം. എന്നാൽ എനിക്കറിയാം മാരകമായ രോഗം വന്ന ചിലരുണ്ട്. പക്ഷെ അവരൊറ്റ വാക്കേ പറയുള്ളൂ, മാരക രോഗമായിരുന്നു, സഭ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. അത് കേൾക്കുമ്പോൾ തന്നെ വിടുതല. അപ്പൊ ഇവര് സാക്ഷി പറയുന്നവരാ, സാക്ഷി പറയാൻ അറിയാം, അതിന്റെ നന്നായിട്ട് അറിയാം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അടുത്തത് ഇവര് സകലത്തിലും മുൻപന്തിയില്ല, നമ്പർ 1 വിശ്വാസികളാണ്, ടോപ്പാ. അവന് നിങ്ങൾ സകലത്തിലും, എന്നിട്ട് പറയാ വിശേഷാൽ ആയിക്കേ. ഇവര് വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. ആര്? കൊരിന്തിലെ വിശ്വാസികള് ഭയങ്കര വചന തിട്ടമാ. അതുകൊണ്ട് ഇവര് വേദപുസ്തകം പോലും കൊണ്ടുവരികയല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഇടയിലും കൊണ്ടുവരികയല്ല. ഇനി അഥവാ കൊണ്ടുവന്നാലും തുറക്കുകയില്ല. ഇപ്പൊ പിന്നെ നാട്ടിൽ ഇവിടുത്തെ രീതി അറിയത്തില്ല, വേറെ പുസ്തകം ഒന്നുമില്ല, മൊബൈലില്ല. ഞാനോട് ചിന്തിക്കടാ വേറെ ഇതിനകത്തുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതിനകത്ത് വേറെ ഉണ്ട്. നഹൂം പ്രവചനം തോണ്ടിയപ്പം ലില്ലിക്കുട്ടി ഇറങ്ങി വരുന്നു. അതുകൊണ്ട് അതിനകത്ത്. എന്നാൽ ഇനി അവളെ ഇച്ചിരി നേരം കണ്ടേച്ച് നഹൂമിലോട്ട്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? പക്ഷെ ഇതിനകത്ത് അത് മാത്രമേ ഉള്ളൂ. ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങിയാലും കൊള്ളാം. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഇതുമായിട്ട് നിൽക്കുന്നതാ ഭൂഷണം, യോഗ്യത. സഭായത്തിന് വരുമ്പോൾ ഇതുമായിട്ട് വന്നിരുന്ന് തുറന്ന് നോക്കി വായിച്ച് ധ്യാനിക്കുന്നതാ അനുഗ്രഹവും നല്ലതും. നമ്മുടെ വിഷയമല്ലെന്ന് പോട്ടെ, ഇതൊക്കെ പറയാം അയാളെ മൂരാച്ചിയാന്ന് പറയും ഞാൻ. അതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഇവര് നല്ല വചനത്തിൽ തിട്ടമുള്ളവരാ, കൊരിന്ത് വിശ്വാസികൾ. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലൊക്കെ നല്ല പ്രാവീണ്യമാണ്. ദൈവദാസന്മാര് കുറുവാക്യം വാക്യം അറിയാം ഇന്ന് ഇതിലേക്കൂടെ ഒക്കെ പോകുമെന്ന്. നമ്മുടെ കുറത്തിയാട് നിങ്ങളുടെ അടുത്താ കുറച്ച് സഹോദരിമാരുണ്ട്, നല്ല മിടുക്കികളാ. ഉദ്ദേശമാര് വാക്യം പറയുമ്പോൾ അവരെല്ലാം ഈ വിരല് ഇതിനിടെ കയറ്റും. ഞാനൊരിക്കൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛാ അവിടെ 5-8 അമ്മാമ്മമാരുണ്ട്, നല്ല മിടുക്കി സഹോദരിമാരാ. നമ്മൾ ഏത് വാക്യം പ്രസംഗിച്ചാലും അവർക്കറിയാം ഇന്ന് എന്നതൊക്കെയാ. അപ്പോൾ ഉടനെ തന്നെ അവർ ഇവരിലെല്ലാം കൂടി ഇതിനിടെ കയറ്റും. അവർക്കറിയാം അടുത്ത വാക്യം. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പോവുക പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചെന്നു, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാ പോയത്. അപ്പം ഞാനൊരു വാക്യം പറഞ്ഞപ്പോഴേ പറഞ്ഞതുപോലെ എല്ലാവരും പെട്ടെന്ന് തപ്പിയെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ പിന്നെ വേറെ റൂട്ടിൽ കൂടെ പോയി. ഇന്ന് തള്ളയെ കൊണ്ട് വായിപ്പിക്കുകയല്ലെന്ന് ഞാൻ അവരുദ്ദേശിച്ചത് അല്ല, കുറ്റമല്ല പറഞ്ഞ, അത്രയ്ക്ക് തിട്ടമാ. അല്ല, തിട്ടം വേണം, വചനത്തിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, വചനത്തിട്ടം വേണം. അപ്പോൾ ഇവര് കൊരിന്തിലെ വിശ്വാസികളെല്ലാം വചനത്തിൽ ഭയങ്കര അഗാധ ജ്ഞാനമാണ്. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനം. കൊരിന്തുകാർക്കൊക്കെ നല്ല പരിജ്ഞാനം. അതുകൊണ്ട് പെട്ടെന്ന് കൈയടിക്കുകയോ അല്ലേലിയാ പറയുന്നില്ലേ, പരിജ്ഞാനത്തോട് ഇരിക്കും. നമ്മുടെ ഇടയിലും ഉണ്ട്. നമ്മൾ പറയല്ലേ അനങ്ങുന്നില്ലല്ലോ, പരിജ്ഞാനമുള്ള ആളാണ് ഈ സഭയിലെ ഏറ്റവും. മറ്റേ അല്ലേലിയ ഗ്ലോറി പറഞ്ഞ പരിജ്ഞാനമില്ലാത്ത ബേബി. യോഗത്തിന് വന്നേച്ച് ഇങ്ങനെ ഇരിക്കുന്ന നല്ല പരിജ്ഞാനം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ വചനത്തിലൊക്കെ നല്ല തിട്ടമാ, നല്ല പരിജ്ഞാനമുള്ളവരുവാ, നല്ല പരിജ്ഞാനമാ. അടുത്തത് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത എല്ലാ കൃപാവരങ്ങളും കൊരിന്ത് സഭയിലുണ്ട്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നമ്പർ 1 സഭയാ കൊരിന്ത് സഭ. ഈ സഭയിലാ പക്ഷം പിടിക്കുന്നത്. പക്ഷം പിടിക്കുക, ഗ്രൂപ്പിസം. ഇപ്പം നമ്മുടെ ഇടയിൽ ഞാൻ പറയാനുണ്ട്, ഇപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം ഗ്രൂപ്പിസം എന്നല്ല പറയുന്നത്. ചില സഭയോടൊക്കെ ബന്ധം പാനൽ. കൊച്ചാൻ കേട്ടിട്ടില്ലേ പാനൽ? അതാ പാനൽ. എല്ലായിടത്തും പാനലാ. ചാക്കോച്ചൻ്റെ പാനലും തോമാച്ചൻ്റെ പാനലും ബേവിച്ചൻ്റെ പാനലും തങ്കച്ചൻ്റെ പാനലും സഭയ്ക്കകത്തേ. വചനം ഓർക്കുന്നത് കൊണ്ടൊരു സംഭവം പറയാം, എല്ലാം പറയുന്നില്ല. ശൗല് മരിച്ചു.
ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ശൗലിന്റെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ആ പാനൽ അത് പറയാന പാനലിന്റെ മെയിൻ ആളായിരുന്നു അബ്നേര്. ദാവീദിന്റെ പാനലിന്റെ നേതാവായിരുന്നു യോവാബ്. വീട്ടിലാന്നേലും സഭയിലാന്നേലും സെന്ററിലാന്നേലും കേന്ദ്രത്തിലാന്നേലും പാനൽ കളിക്കുന്നവരൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങേരെന്തിനാ ഇതെല്ലാം ഇവിടെ പറയുന്നേ? ആരേലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിസം. അപ്പൊ ഈ ശൗല് മരിച്ചു കഴിഞ്ഞപ്പം ശൗലിന്റെ മരണം തന്നെ ദാരുണ മരണമാ, വല്ലാത്ത മരണമാ. ശൗൽ എങ്ങനെയാ മരിച്ചേ? ശൗല് മരിച്ചോ? ഇതിപ്പോ കണ്ടിട്ട് പാസ്റ്റർ ഞങ്ങൾ ചവടക്കിന് പോയില്ല. ശൗൽ എങ്ങനെയാ മരിച്ചേ? ദൈവദാസന്മാര് ശൗല് മരിച്ചേ ജോടി ഉറക്കെ പറഞ്ഞോ. തന്നെത്താൻ വാളെ വീണ് അങ്ങനെ ഉണ്ടോ? സമയം പോന്ന് പെട്ടെന്ന്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരമില്ലാത്ത നേരത്തെ ഇയാൾ ചത്ത ചരിത്രം പറയാതെ. അല്ല, ഇതൊക്കെ ഓർക്കണ്ട യാകുന്ന കാര്യം. ശൗൽ എങ്ങനെയാ മരിച്ചെന്ന്? തബല മരിച്ചത് എങ്ങനെയാ? ശമൂവേലിന്റെ 1-ാം പുസ്തകം പഠിച്ചാൽ ഈ വാൾ പിടിച്ച് വീണ് മരിച്ചെന്ന് തോന്നും. വായിച്ച 31:1 മുതൽ ഓടിച്ചു വായിര്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 31:1 മുതൽ ഉറക്കെ വായിച്ചോ. ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. അടുത്ത വാക്യം. ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു എന്നും. അടുത്ത വാക്യം. ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാരാകുന്ന യോനാനാൻ, അബീനാദാബും മെൽക്കീശുവ എന്നിവരെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊന്നു. അടുത്ത വാക്യം. ഏറ്റവും മുറുകി വില്ലാളികൾ അവനെ തിട്ടിവെച്ചു. വില്ലാളികളാൽ വിഷമത്തിലായി ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രധർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഇത് കാണാമോ? ചെറിയ അക്ഷരമാ, കാണാമോ? അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. പിന്നെ ഈ വാക്യം വായിച്ചാൽ ശൗൽ വാൾ പിടിച്ച് വീണ് മരിച്ചെന്ന് തോന്നും. ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്ത പദം. ശൗൽ മരിച്ചു വന്ന്. അപ്പൊ ഇത് ഓടിച്ചു വായിച്ചാൽ വാൾ പിടിച്ച് വീണ് മരിച്ചെന്ന് തോന്നും. പക്ഷെ അവിടെ ഒരു ചെറിയ പെശകുണ്ട്. പെശകല്ല, ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഒരു കുത്തുണ്ട്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ? ഇല്ലേ? അതെന്തിനാ ഫുൾ സ്റ്റോപ്പ്? ഇച്ചിരി വിടവുണ്ടെന്നാ നികത്തിയേക്കാം. അല്ല, ഒരു വാൾ പിടിച്ചെന്ന് അതിന്മേൽ വീണു. ഒരു സെന്റൻസ് പൂർത്തീകരിച്ചു. അടുത്ത പദം. ശൗൽ മരിച്ചു വന്ന് ആയുധഭാഗം കണ്ടപ്പോൾ താനും. അപ്പൊ ഇവൻ ഈ വീണ് ഉടനെ മരിച്ചില്ല. ഇനി ശൗമാന്റെ 2-ാം പുസ്തകം 1:1 മുതൽ വായിച്ചേ. ശൗല് മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗ് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ തലയിൽ പൂടിയെല്ലാം മാറിക്കിട്ട് പാളയത്ത് നോടി ദാവീദിന്റെ ഒക്കെ വന്ന് സാഷ്ടാംഗം വീണവനെ നമസ്കരിച്ചു. അടുത്ത വാക്യം. നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക അവൻ മറുപടി പറഞ്ഞു. അടുത്തത്. കാര്യം എന്തായി പറക എന്ന് ചോദിച്ചതിന് ജനം പടകിൽ തോറ്റോടി അനേകർ പടകിൽ പട്ടുപോയി. ശൗലും എന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം.
വർത്തമാനം കൊണ്ടത് ബാല്യക്കാരുണ്ട് ദാവീദ് ശൗലുവിന്റെ മകൻ യോനാഥാനും പടകിൽപ്പെട്ടു പോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചിട്ട് വർത്തമാനം കൊണ്ടത് ബാല്യക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും തുടർന്ന് അടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചു. ഞാനൊരു അമാലേക്കനെന്ന് പറഞ്ഞു. നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് അതുകൊണ്ട് അപ്പൊ ശ്രദ്ധിക്കുക, നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നവനെ കൊന്നു. ഈ രണ്ട് ശൗമേലിന്റെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ നോക്കി ആയുധം കയറ്റി ജീവൻ പോയില്ല. ജീവൻ പോകാൻ ഇങ്ങനെ ഏക്കമിട്ട് കിടന്നപ്പോൾ പുറമോട്ട് നോക്കി ഒരുത്തൻ നിൽക്കുന്നു. അമാലേക്കൻ എന്നെ കൊല്ലാൻ പറഞ്ഞു. അമാലേക്കൻ ചെന്ന് വെട്ടിക്കൊന്നു. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ നോക്കി ടൊക്കാതെ വന്നപ്പോൾ അമാലേക്കൻ വെട്ടിക്കൊന്നു. അതാ ദാരുണ മരണം. അതുകൊണ്ട് ശൗല് മരിച്ചപ്പോൾ ദാവീദ് പിന്നത്തേതിലൊരു പാട്ട് പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ശൗലിന്റെ മരണത്തോടു കൂടി ദേശം കിടുങ്ങിപ്പോയി. അതെന്താ? ഇസ്രായേലിലെ 1-ാമത്തെ രാജാവാ. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് ജീവൻ പോകാതെ വന്നപ്പോൾ അമാലേക്കൻ ആരാ നടുങ്ങാത്ത? ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കം നിർത്തിയാൽ തോൾപ്പൊക്കമുള്ളവനാ. ആത്മഹത്യ ചെയ്യാൻ നോക്കി ടൊക്കാതെ വന്നപ്പോൾ അമാലേക്കൻ നടുങ്ങുകയല്ലേ? 3, നല്ലതുപോലെ കാശുള്ള വീട്ടിലെയാ, കീശിന്റെ മോനാ, കാശിന്റെ അയ്യരുകളിയാ, ഇഷ്ടം പോലെ കാശാ. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ നോക്കി ടൊക്കാതെ വന്നപ്പോൾ വെട്ടിക്കൊന്നു. 4, നല്ല കുടുംബത്തിൽ പറഞ്ഞവനാ, ബെന്യാമീൻ ഗോത്രക്കാരനാ, കടിച്ചു കീറുന്ന ചെന്നായ. പക്ഷെ മരണം കണ്ടോ? ഞാൻ ഭയത്തോടെ പറയാം, പൊസിഷൻ ഒന്നും നമ്മളെ രക്ഷിക്കുകയല്ല, കാശൊന്നും നമ്മളെ രക്ഷിക്കുകയല്ല, കുടുംബശ്രേഷ്ഠതയെ നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ നിപുണതയൊന്നും നിനക്ക് രക്ഷ വരുത്തുകയല്ല. രക്ഷിക്കാൻ കഴിവുള്ള ഒറ്റ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയ, ഭക്തിയോടും ഭയത്തോടും കൂടെ വേണം കർത്താവിനെ സേവിപ്പാൻ. ഞാൻ ആ ഭാഗം വിടുക. അപ്പൊ ശൗല് ദാരുണമായിട്ടാണ് മരിച്ചത്. നമുക്ക് ആ വിഷയം വിട്ടാക്കാം. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാനല് 2 ഗ്രൂപ്പ്. ശൗലിന്റെ പാനലിന്റെ ഗ്രൂപ്പാണ് അബ്നേര്, ദാവീദിന്റെ പാനലിന്റെ ആളാണ് യോവാബ്. 2 ഗ്രൂപ്പാ. ഇവര് ഗിബയോൻ കുളത്തിന്റെ അവിടെ വന്നു. 2:12 അല്ലയോ? ശാമുവേലിന്റെ 2-ാം പുസ്തകം 2:12 ഒന്ന് വായിച്ചേ. ആ കണ്ണിക. അടുത്തത് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ എതിര് വിട്ടു. 2 കൂട്ടരും കൂടെ കണ്ട്. അടുത്തത് അവര് കുളത്തിന്റെ ഇപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും. അത് 2 പാനൽ എന്നാ ഞാൻ പറഞ്ഞു. ഇപ്പുറത്തും അപ്പുറത്തും 2 പാനല്, ഇപ്പുറത്തും അപ്പുറത്തും. ഇതുപോലൊരു പാനലാണ്ട് അവിടെ ഉണ്ടായിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17:3. പെട്ടെന്ന്. ഫെലിസ്ത്യര് ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും, അവിടെ ഇപ്പുറത്തും അപ്പുറത്തും, ഇവിടെയും ഇപ്പുറത്തും, അവിടെ ഒരു താഴ്വരയും ഇവിടെ ഒരു കുളവും. അതൊന്നും ഞാനിപ്പം വ്യാഖ്യാനിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. 2 പാനലാ. അപ്പൊ പാനലിന്റെ നേതാക്കന്മാരുണ്ട്, അണികൾ വേറെ ഉണ്ട്. അവിടെ യോവാബ്, ഇവിടെ അബ്നേര്. യോവാബ് ആരാ? ദാവീദിന്റെ പെങ്ങടെ മകനാ. ദാവീദിന് 2 പെങ്ങന്മാരുണ്ട്. അതിലൊരു പെങ്ങളാ സെരൂയ. സെരൂയയ്ക്ക് 3 ആൺപിള്ളാരാ. യോവാബ്, അബീഷായി, അസാഗേല്. അവൻ കാട്ടുകരയെ പോലെ ശീക്രകാമിയാന്ന. അപ്പൊ അതിന്റെ നേതാവാണ് യോവാബ്, ദാവീദിന്റെ അനന്തരവൻ. ഇപ്പുറത്തെ നേതാവ് അബ്നേര്. അബ്നേര് ആരാന്ന് ചോദിച്ചാൽ ശൗലിന്റെ അപ്പൻ കീശിന്റെ സഹോദരൻ നേരിന്റെ മകനാണ് അബ്നേര്. ഫസ്കസിന. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? അല്ല, മിക്ക സഭകളിലും ഇങ്ങനെയാണല്ലോ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. കുടുംബവും ബന്ധമൊക്കെ പിടിച്ചല്ലേ.
അതെ, മാങ്ങായാന്നോ മൂത്തത് മാങ്ങാണ്ടിയാന്നോ? തർക്കം വരുമ്പോ പറയും മാങ്ങായാ മൂത്തത്. അപ്പൊ മാങ്ങാക്കാരെല്ലാം കൂടെ അപ്പുറം പോയൊരു സഭ തുടങ്ങി, മാങ്ങാണ്ടിക്കാരെല്ലാം കൂടെ. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. ദൈവത്തിന്റെ മഹത്വം. ഒരു കാര്യം പറയാനാ ഞാൻ ഈ ഭാഗം വായിപ്പിച്ചേ. ഇവര് പറയാ ഒരു കാര്യം ചെയ്യ, ബാല്യക്കാര് നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റൊന്ന് കളിക്കട്ടെ, കളിക്കട്ടെന്ന്. ദൈവസഭ കളിക്കാനുള്ള സ്ഥലമല്ല, അല്ല, ദൈവത്തെ ആരാധിക്കേണ്ടടവാ. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു, ഒരാഴ്ച മുഴുവൻ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചു. ഒരാഴ്ചയാണോ? ജനനം മുതൽ ഇന്ന് വരെ ദൈവം നമ്മെ സൂക്ഷിച്ചു. ആ ദൈവത്തിന് നന്ദിയും സ്തോത്രവും സ്തുതിയും ബഹുമാനവും അർപ്പിക്കാനുള്ള സമയമാണ് അവൻ ആരാധനാ സമയം. അതാണ് നമ്മൾ കൂടി വന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശവും. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇവിടെ ഗ്രൂപ്പിസം വല്ലാതായി. ഒന്ന് കളിക്കട്ടെന്ന് പറഞ്ഞു. എന്നാ കളിക്കട്ടെ, നമുക്കിപ്പോൾ സമയമുണ്ടല്ലോ, കളിക്കട്ടെ. ഇവിടെ ഞാൻ നിങ്ങളെയൊക്കെ ഓർത്ത് ബഹുമാനിക്കുന്നത്, ഈ നേരമില്ലാത്ത നേരത്ത് ഇത് കണ്ടുപിടിച്ച് എന്ത് ബന്ധപ്പെട്ടാ നിങ്ങൾ വരുന്നത്. അഭിനന്ദിക്കുന്നു. വിദേശ രാജ്യത്തുള്ള ദൈവമക്കൾ വളരെ നിങ്ങളെ അഭിനന്ദിക്കുക അങ്ങേയറ്റം. നാട്ടിലൊക്കെ എന്ത് സമയം ആൾക്കാർക്ക് അതിന് കളിയാ. മിക്ക സഭയിലും ആഴ്ച 3 യോഗമുള്ളൂ. ഒന്ന് ഒരു സഭായോഗം, 2 ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, യാസം പെടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരപ്പനും, ഒരു വശം പൊട്ടി ഒരു തമ്പേറ്, ഉദ്ദേശിച്ച് 10 ആകുമ്പോൾ തമ്പേർ ഇട്ടേച്ച് അടിക്കും. തീ കത്തിക്കാൻ ഈ തള്ളയൊന്നും കത്താനും ഒന്നുമല്ല, തല്ലുക. പിന്നെ ഒരു യോഗം കോട്ടേജ് മീറ്റിംഗാ, അത് പിന്നെ എല്ലാവരും വരും. ആശീർവാദം കഴിഞ്ഞാലും പോകത്തുമില്ല. ചെല്ലു നേരത്തെ വിളിച്ചു ചോദിക്കും, ഇന്ന് എന്നാ. ഇങ്ങനെ 3 യോഗമുള്ളു സാധാരണ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും പ്രതിയാക്കാം, ഉപദേശിമാർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇവിടെ നിങ്ങൾ ജോലിയും തിരക്കും ബന്ധപ്പാട് അതിൻ്റെ നടുവിൽ ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവരുണ്ട്. അതെല്ലാം ഞാൻ ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് ഹോസ്പിറ്റലിൽ നേരെ സഭാകളിലോട്ട് വരിക, അവിടെ വന്നാ ചില ഡ്രസ്സ് മാറുന്നേ. അതെ, നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഡ്രസ്സ് മാറി, പിന്നെ അത് ഒത്തും നോക്കിയില്ല, പിന്നെയും മാറി, പിന്നെ ഒത്തില്ല, 3-4 മാറിട്ട് ഞാനിന്ന് വരുന്നില്ലെന്ന്. ഇത് കണ്ടമാനമായാലും കുഴപ്പമാ. ആമേൻ. വളരെ ബദ്ധപ്പാടിന് നടുവിലും സമയം കണ്ടെത്തി ദൈവത്തെ ആരാധിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടാ പറഞ്ഞ ബാല്യക്കാരൊന്ന് കളിക്കട്ടെ, കളിക്കട്ടെ. അങ്ങനെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് 12, അവിടുന്ന് 12, 24 പേര് എണ്ണമൊത്ത് എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങിയതാ. പക്ഷേ കളി കാര്യമായി. അടുത്ത വാക്യം വായിച്ചേ. എങ്ങനുണ്ട്? കളി കാര്യമായി. കളിക്കാൻ തുടങ്ങിയതാ കളി. അതാ പറഞ്ഞ സഭയ്ക്കകത്ത് കളിക്കരുതെന്ന്. കളി കാര്യമാകും. ബാല്യക്കാര് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. യോവാബും അബ്നേരും കൂടെ ചട്ടം കെട്ടിയതാ. കളി അങ്ങ് കാര്യമായി. ഓരോരുത്തൻ എതിരാളിയുടെ മുടിക്ക് കയറി. ഈ മുടി പിടിച്ചെന്ന് പറഞ്ഞാൽ വേദനിക്കുക. ഒരു മുടി പറഞ്ഞാൽ വേദനയാ. അപ്പൊ മുടിക്കുത്തിന് കയറി പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ എതിരാളിയെ വേദനിപ്പിക്കുന്നു. ദൈവമക്കൾ അന്യോന്യം വേദനിപ്പിക്കരുത്, ആശ്വാസം കൊടുക്കണം. ഇത് സ്ഥാനം കിട്ടുവാൻ, കസേര കിട്ടുവാൻ അന്യോന്യം വേദനിപ്പിക്കുന്നവരുണ്ട്, ചെളി വാരി എറിയുന്നവരുണ്ട്, ആക്ഷേപിക്കും, അപവാദം, ചെളി വാരി എറിയ വേദനിപ്പിക്കല്ലേ. എന്തിനാ? ഒരു കസേര കിട്ടാനാ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, സൂത്രത്തിൽ കസേരയൊക്കെ കിട്ടും, പക്ഷെ നിലനിൽക്കത്തില്ല. പല കാര്യമുണ്ട്. 1 നിലനിൽക്കത്തില്ല, 2 പ്രാഗൽഭ്യം പോകും, 3 അങ്ങ് ചെല്ലുവോ എന്നുള്ളത് അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം മറുവശം പറയാം, നമുക്ക് നേതൃത്വത്തിന് ആൾ വേണം. ദൈവം ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്താക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈം ആകുമ്പോൾ ദൈവം അവിടെ കൊണ്ടുവരും. ദൈവം വിശ്വസ്തനാ. ഇത് സൂത്രത്തിൽ ഒരു കസേരയ്ക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടി കളിച്ചു, കളി കാര്യമായി, മുടിക്ക് പിടിച്ചു, വിലാപ്പുറത്ത് ആയുധം കയറ്റി, 12 24 ഒറ്റ ദിവസം പട്ടു. വായിച്ചു വിടുമ്പോ എളുപ്പമാ, അങ്ങനല്ലേ? വായിച്ചു വിട്ടെ. ഓരോരുത്തൻ എതിരാളിയുടെ അപ്പൊ ശ്രദ്ധിച്ച് വായിച്ചു വിടുമ്പോൾ ഒരുമിച്ച് വീണെന്ന. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം,
24 കുടുംബത്തിലായി ഇപ്പൊ പ്രശ്നം. എന്റെ ഭാഷ പറഞ്ഞാൽ 2 പേരുടെ ബോൾത്തായ യോബാബും അബ്നേരും, ഇവരുടെ വാശിയും ഇവരുടെ ഇതുകൊണ്ടാ. പക്ഷെ 24 കുടുംബത്തിൽ പ്രശ്നം. ഞാൻ വിവരിക്കുന്നില്ല, താഴോട്ട് പഠിച്ചാൽ പ്രശ്നം തീർന്നില്ല, പ്രശ്നം രൂക്ഷമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് പക്ഷം പിടിക്കരുത്. ഇവിടെ 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ പക്ഷം, കേബാബിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. സഭ പക്ഷം പിടിക്കാനുള്ള ഇടമല്ല. ദൈവത്തിന് മകത്ത് ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥലമാണ്. ഞാനിങ്ങനെ ഓരോ അധ്യായത്തിൽ കൂടെ പോയാൽ പറയാനുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും എന്നും എനിക്കറിയാം. എങ്കിലും എടുത്ത വാക്യത്തോടൊന്ന് കൂറു പുലർത്തണം. ഇല്ലേ നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ വായിച്ച വാക്യത്തെ പറ്റി ഒന്നും പുള്ളിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരാൾ പറയും അയാളുടെ തൊഴിൽ അതാന്ന് പറയും. അപ്പം അത് വേണ്ട. അതുകൊണ്ട് എടുത്ത വാക്യത്തോട് ഒന്ന് കൂറു പുലർത്തിയേക്കാം. ദൈവത്തിന് മഹത്വം. എന്തായാലും എന്തേലും അഭിപ്രായം പറയുമെന്ന് എനിക്കറിയാം. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരാൾ രാമായണം വായിച്ചുകൊണ്ടിരുന്നപ്പം വേറൊരു കുടിയൻ വന്നിട്ട് പറഞ്ഞു, സുകുമാര വായിച്ചാലും അടിക്കും, വായിച്ചില്ലേലും അടിക്കും, എന്തായാലും അടിയുണ്ടെന്നുള്ളത് ഉറപ്പാ. അപ്പം എന്തായാലും അടിയാ, എന്നാലും നമുക്ക് ആ വായിച്ച വാക്യത്തോട് കൂറു പുലർത്താം. 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൽ ഒരു പദമാണ് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഭാഗവൊക്കെ പിന്നീട് പറയും സ്നാനത്തിന്. അവൻ സ്നാനത്തെ പറ്റി 10-ന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിങ്കിടിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം നിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പിന്നെ അവരെ മരുഭൂമിയിൽ തള്ളിക്കിട്ടുള്ള കാര്യം നിങ്ങളെ അറിയാതെ ജീവിക്കരുത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചിരിക്കുന്നു. പിന്നെ താഴോട്ട് ഒരു 5 കൂട്ടം കാര്യം കുഴച്ചില്ല, 5 കാര്യം പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോകാനുള്ള വിഷയങ്ങളെ പറ്റി 5 കൂട്ടം കാര്യം. 1 വിഗ്രഹാരാധന, 2 ദുർമോഹം, 3 പരസംഗം, 4 പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. 5 കൂട്ടം കാര്യം പ്രധാനമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയുക, ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം, നോക്കണം. കാരണം വീണവരുടെ ചരിത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഇതെല്ലാം പറഞ്ഞേച്ച് 13-ാം വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുക, പിന്നെ ഒരു കാര്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങളിൽ ഞരക്കത്തോടെ ഭാരത്തോടെ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് പറയാ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്നിട്ട് പറയാ, ദൈവം വിശ്വസ്തൻ. ഈ ചില സഹോദരന്മാരും ഒക്കെ പറയാറുണ്ട്, സ്തോത്രം, ഞാൻ ഒരാളായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നേ. ഞാൻ കേട്ടിട്ടുണ്ട് ചില പറഞ്ഞത്, എൻ്റെ അമ്മാമ്മയെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ തിരുവിതാംകൂറിലെ സഹോദരിമാർക്ക് അല്പം സാമർഥ്യമൊക്കെ ഉണ്ട്, നല്ലതാ. അപ്പോൾ ചില സഹോദരിമാർ പറയും, പാസ്റ്ററെ, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ, എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കയറിയിരിക്കടി, വളമുണ്ട്, മുറുക്ക പിടിച്ചോണം, ഈ ചള്ളും പള്ളുമൊക്കെ പറഞ്ഞാലും ഞാൻ ഒരാളായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിക്കാനുള്ള കഴിവും തന്മയത്വവും വൈഭവവും ദൈവകൃപയും നിനക്കുണ്ടെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ നിന്റെ കൈ തന്നെ കൊണ്ട് തന്നത്. ഇല്ല, കൂടത്തായുടെ കൈ കൊടുക്കുകയായിരുന്നല്ലോ. ഇല്ല, നിങ്ങളത് ചിന്തിച്ചേ. ഇതുവരെ നീ ജ്യൂസിനകത്തൊന്നും കലക്കി കൊടുക്കാതെ ജ്യൂസ് തന്നെ അല്ലയോ കൊടുത്തത്. അപ്പം ഇതൊക്കെ ദൈവത്തിന് അറിയാവുന്ന കൊണ്ടാ ഇതിനെ നിന്റെ കയ്യിൽ തന്നെ. നിങ്ങളൊരു സ്തോത്രം പറ. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. ചില രോഗം ദൈവത്തിനറിയാൻ നിനക്കിത് സഹിക്കാൻ പറ്റുമെന്ന്. ചില ഞെരുക്കങ്ങൾ ദൈവത്തിനറിയാം ഇത് നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന്. ആമേൻ, സ്തോത്രം. നമുക്കിത് ഭീതിയായിട്ടും ഭയാനകമായിട്ടും പ്രശ്നമായിട്ടൊക്കെ തോന്നും, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിനറിയാ, ആമേൻ, സ്തോത്രം, നിനക്കിത് സഹിക്കാൻ പറ്റും.
നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജീരകത്തിന്റെ മേലും കരിഞ്ജീരകത്തിന്റെ മേലൊന്നും മെതിവണ്ടി കയറ്റത്തില്ല. സ്തോത്രം സ്തോത്രം. അത് വയ്യ വടി കൊണ്ട് തല്ലത്തേ ഉള്ളൂ. നിന്റെ പ്രാപ്തി ദൈവത്തിനറിയാം. 28-27 ഒന്ന് വായിച്ചേ. 28-27 പെട്ടെന്ന് വായിര്, പെട്ടെന്ന്. 28-27 ആദ്യം മെതിവണ്ടി വേണ്ട, കരിഞ്ജീരകം വായിച്ചേച്ച് പറ. പുള്ളിക്കാരി ഒന്ന് വായിക്കട്ടെ, ആഗ്രഹത്തോടെ വായിച്ചതല്ലേ. വായിച്ചേ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട്, പിന്നെ ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടത്തില്ല. പിന്നെ കരിഞ്ജീരകം വടികൊണ്ടും അത്രയൊക്കെ ചെയ്യുള്ളൂ. ജീരകത്തിന്റെ മണ്ടയിലോട്ട് വണ്ടി കയറ്റിയാൽ എന്തോ ചെയ്യും? അടുത്ത വാക്കുകളുണ്ട്, ചതച്ച് കളയുകയല്ലെന്ന്. വായിച്ചേ. മെതിക്കുമ്പോ ധാന്യം വല്ലതും ചതച്ച് കളയുമോ? നീ ചതഞ്ഞ് അരഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ഇതോടെ തീർന്നു, അസ്തമിച്ചു, ഇനി രക്ഷയില്ല, നീക്കുപോക്കില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ദൈവ പൈതലേ, നീ ചതഞ്ഞ് അരഞ്ഞു പോകാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ല. ജീരകത്തെ വടികൊണ്ടും അവൻ കരിഞ്ജീരകത്തെ കോലുകൊണ്ടും ദൈവം തല്ലും. ചില അടികളും ചില തല്ലുമൊക്കെ കിട്ടുന്നത് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ഉപേക്ഷിച്ചതല്ല, വെറുത്തതല്ല, ത്യജിച്ചതല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. സ്നേഹിക്കുന്ന അപ്പനാ മക്കളെ ശിക്ഷിക്കുന്നത്. ബാലശിക്ഷ നിരസിക്കരുത്. നിരസിച്ച കൗലുടയന്മാരാ നാം മക്കളാ. അതുകൊണ്ട് ചിലപ്പോൾ ചില ശിക്ഷകളൊക്കെ തരും. അതെല്ലാം സന്തോഷത്തോടെ സഹിക്കണം. മൂത്താമ്പാക്കലെ ഉപദേശിയുടെ ജീവിതത്തില് അദ്ദേഹം പാടി, ദുഃഖത്തിന്റെ മാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ പാത്രം വലിച്ചെറിയുമെന്നാണോ? പിന്നെ ഒന്ന് പാടിക്കേ, ചാകത്തൊന്നുമില്ല, പാട്. ദുഃഖത്തിന്റെ പാനപാത്രം ദുഃഖത്തിന്റെ പാത്രം കർത്താവിന്റെ സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ചരിത്രം പറയുന്നത് തന്റെ മകൻ ഷൗമേല് കുട്ടി മരിച്ച ഡെഡ് ബോഡി കൈ വെച്ചോണ്ട് കുറിച്ച വരികളാണ്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടി. ഒരു ചോദ്യം, മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് ദൈവം തമ്പുരാൻ ദുഃഖത്തിന്റെ പാനപാത്രം കൊടുത്തപ്പം കൊച്ചുകുഞ്ഞ് അത് വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി. പാടാൻ കാരണം എന്നാ? അതാ വേറെ ആളെ പറഞ്ഞ കൊച്ചുകുഞ്ഞിന് ഒത്തിരി പാട്ടറിയാമായിരുന്നെന്ന്. അതിൻ്റെ ആൻസർ അടുത്ത ലൈനില്ല. ഇവിടെ പറഞ്ഞു, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യില്ല, ദോഷമായി എന്നോടൊന്നും എൻ്റെ ദാതൻ ചെയ്യുകയില്ല. ഓ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ എന്നെ അവൻ അടിച്ചാലും ഹല്ലേലൂയ അവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കരിഞ്ജീരകവും ജീരകവും കോലുകൊണ്ടും വടികൊണ്ടും അടിക്കത്തുള്ളൂ. അതിന്റെ മണ്ടയ്ക്ക് വണ്ടിച്ചക്രമോ മെതിവണ്ടിയോ ദൈവം കയറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്കും എനിക്കും സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. ഇന്ന് രാത്രിയിലും എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ സഹിക്കുന്നെങ്കിൽ ഓർത്തോ, ഇതിന്റെ മുൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഞാൻ സാധാരണ ഈ ഭാഗമൊക്കെ ഏറെ സമയങ്ങളെടുത്ത് ആ അന്തരീക്ഷം അനുസരിച്ച് ശുശ്രൂഷിക്കും. ഇവിടെ നമുക്കൊക്കെ സമയത്തിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, പരീക്ഷയോടുകൂടെ നമുക്ക് പോക്കുവഴി ഉണ്ടാക്കും.
അതിന് തിരുവഴുത്തിൽ നിന്ന് ഒരു തെളിവ് തന്നങ്ങ് നിർത്താം. പരീക്ഷയോട് കൂടെ പോക്ക് വഴി നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. പരീക്ഷയോട് കൂടെ പോക്ക് വഴി. ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേല് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. പരീക്ഷയോട് കൂടെ പോക്ക് വഴി. മുൻപിൽ ചെങ്കടൽ, നമുക്കറിയാം, ഇരുവശവും പർവ്വതം. പിറകിൽ ഇവര് വലിയ ശബ്ദം. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം, ഈ സെലക്റ്റഡായ 600 ഇരുമ്പ് രഥങ്ങള്. അണ്ടാ 14:7 വായിച്ചേ, നന്നായിട്ട് വായിക്കേ. അങ്ങനെ വായിക്കേ. മിസ്രയീമിലെ സകല രഥങ്ങളെയും യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, വിശേഷപ്പെട്ട 600 രഥങ്ങളും പിന്നെ സകല കുതിരപ്പടയും തേരും തേരാളികളും ദൈവജനത്തിന്റെ പുറകെ വരിക. ഒരൊറ്റ കുതിരയെ ഒറ്റ തേരും മിസ്രയീമിലില്ല, മുഴുവൻ ഇറങ്ങി ദൈവജനത്തിനെതിരെ പിടികൂടാൻ. അപ്പൊ ഇവര് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. മുൻപിൽ ചെങ്കടൽ, വായും പിളർന്നാ നിൽക്കുന്നത്. പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മിസ്രയീം കടലിന്റെ നാവ്. അങ്ങനെ വാക്യം, മിസ്രയീം കടലിന്റെ നാവ്. അപ്പൊ വാ പിളർന്ന് നിൽക്കുക. എന്തിന്? ദൈവജനത്തെ വിഴുങ്ങാൻ. പുറകെ ഫറവോന്റെ സൈന്യം വരുന്നു. എന്തിന്? പിടികൂടാൻ. 5:15-9 വായിച്ചേ. പുറപ്പാട് 15:9. ഞാൻ പിന്തുടരും, പിടിക്കും. മോനെ മൈക്ക് ഇച്ചിലൂടെ ഒന്ന്, എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നു, എനിക്ക് പറയാൻ അറിയാൻ മേല. ഫീഡ്ബാക്ക് ഇല്ല. അതാ ഇംഗ്ലീഷ് ഒന്നും മശമില്ല. ഏതായാലും ഇങ്ങോട്ട് വല്ലതും തിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം. ചെറുടെ കിട്ടിയാൽ കൊള്ളായിരുന്നു. വായിച്ചോ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ കൊള്ളാം. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. 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 വിദ്രുതമപകൃതം ഭദ്രം ഞാൻ പാകിച്ചിടും. തൃപ്തിപ്പെടുമെന്നുള്ള മാത്രയെ കൊണ്ടുമൂട ഉത്തരിച്ചൻ വാളാൻ ഞാൻ നിഗ്രഹിക്കും. അവരെ പാടും പരമനും പരിചോട് ഞാൻ വാറ്റും. അവനു സദന ജയം പാടും പരമനു പരിചോട് ഞാൻ. കൂടവേ കടലൂടെ തല്ലി തേജോടെ പ്രബലം കടൽ ഊടെ തല്ലി തേജോടെ പ്രബലപ്പെട്ട പാടും പരമനു പരിചോട് ഞാൻ. പാടും അവനു സകലം ജയം പാടും പരമനു പരിചോട് ഞാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും.
പരിചൻ വാളാൽ ഞാൻ നിഗ്രഹിക്കും. അവരെ പാടും പരമനു പരിചോട് ഞാൻ വരും. അവനു സദതം ജയ പാടും പരമനു. ഓടും വലിയ ജാതിയോടു കൂടവേ കടലൂടെ തല്ലി തൻ തേജസോടെ പ്രബല കടലൂടെ തല്ലി തൻ തേജസോടെ പ്രബല പെട്ടാൽ പാടും പരമനു പരമനു സദനം ജയം പാടും പരമനോ പരിചോദന. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുറപ്പാട് 15:9 വായിക്കുക. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന്. അവൻ ഈ ഫറവോൻ പുറകെ പിടിക്കാൻ വരിക. ഫറവോൻ പറഞ്ഞ് പിടിക്കും, കൊള്ള പങ്കിടും, വാൾ ഊരും, വെട്ടും, കൊല്ലും. ഒരെണ്ണത്തിന് വെച്ചേക്കത്തില്ല. പരീക്ഷയാ. മുൻപിൽ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക ഇവരെ വിഴുങ്ങാൻ. ചുരുക്കി പറഞ്ഞാൽ 2 വശവും പർവ്വതവും. പരീക്ഷ. എന്തോ ചെയ്യും? ഇനി വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ, ഈ ചെങ്കടല് കടക്കാതെ ദൈവം തമ്പുരാൻ ഇവരെ കൊണ്ടുപോകാം. വേറെ വഴിയുണ്ട്, നമുക്കറിയാം. വേറെ വഴി. ആ വഴിയെ പറ്റി പറഞ്ഞ വിശാലമായ വഴി, നല്ല വഴി, രാജപാത, ഹൈവേയാ. നമ്മളെല്ലാം ഹൈവേ പോകാനായിരിക്കുന്നത്. ആ വഴിയെ പറ്റി പറഞ്ഞ എളുപ്പ വഴി എന്നാ. എളുപ്പ വഴി. ഞാനും നിങ്ങളും എല്ലാം എളുപ്പ വഴി പോകാനായിരിക്കുന്നേ. എളുപ്പ വഴിയുണ്ട്, വണ്ടി പോകുന്ന വഴിയുണ്ട്, അതിലെ വിട്ടില്ല. വണ്ടി പോകുന്ന വഴി എളുപ്പ വഴി എന്ന് പറയാൻ കാര്യം, ബെന്യാമീനെ യാക്കോബ് വിടാതിരുന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ അപ്പച്ചൻ ഇവനെ വിടാതിരുന്നത് കൊണ്ടാണ് വിടുകാരനെ ഞങ്ങളിപ്പോൾ 2 വട്ടം പോയേച്ച് എളുപ്പ വഴിയാ. വണ്ടി പോകുന്ന വഴിയാ. യോസേപ്പ് രഥ വഹിച്ചത് ആ വഴിയിൽ കൂടാ. അപ്പം അത് വണ്ടി പോകുന്ന വഴിയും വീതിയുള്ള വഴിയും രാജപാതയും നല്ല വഴിയാ, അതിലെ വിട്ടില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും അതിനെ ഈ വഴി വിടാത്തത്. നല്ല വഴിയല്ലേ, ഹൈവേ അല്ലേ, സ്പീഡിൽ പോകാമല്ലോ, പെട്ടെന്ന് കാര്യമല്ല, നടക്കുമല്ലോ. നമ്മുടെ വിചാരമല്ലോ ദൈവത്തിൻ്റെ വിചാരം. എളുപ്പ വഴി വിടാഞ്ഞതിൻ്റെ കാര്യം ഒരു വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 13:17 ഒന്ന് വായിച്ചേ. പുറപ്പാട് 13:17. എളുപ്പ വഴി വിടാഞ്ഞതിൻ്റെ കാര്യം. ആ ഫറവോൻ ജനത്തെ വിട്ടുകഴിച്ച ശേഷം പെലിസ്തരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേ കൊണ്ടുപോകില്ല. ചെങ്കടലിന് അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ദൈവം ചുറ്റിച്ചതാകട്ടോ. നമ്മൾ ശാശാനം പറഞ്ഞിരുന്നങ്ങ് ശാസിക്കുക, ചുമ്മാ കിറി കോടാന്നല്ലാതെ ഇടയിൽ ദൈവം ചുറ്റിക്കുക. എല്ലാത്തിനും കയറി ആട്ടരുത്. ആട്ടേണ്ടതിനെ ആട്ടാവുള്ളൂ. നമ്മൾ അറിഞ്ഞു പിടിച്ച് ശാസിക്കുക. അടുത്തിരിക്കുന്നവന്റെ ദേഹം മുഴുവൻ കുളിച്ചു. ഇത് ദൈവം ചുറ്റിക്കുക. ദൈവം ജനത്തെ ചുറ്റി നടത്തിയെന്ന അതിന് എല്ലാ വാക്യവും എടുപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാ. അപ്പം വഴി അടുത്തതാ, വീതിയുള്ളതാ, വണ്ടി പോകുന്നതാ. പക്ഷെ ആ വഴി ഫെലിസ്ത്യ ദേശത്തൂടുള്ളതാ. ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദവും മയോ ഒന്നും ഉള്ളവന്മാരല്ല. എല്ലാവരും മല്ലന്മാരാ ഫെലിസ്ത്യര്. യാതൊരു അനുകമ്പയൊന്നും ഉള്ളവന്മാരല്ല. എല്ലാത്തിനാണെങ്കിൽ നല്ല നെടുപ്പും, കണ്ട അന്തം വിട്ടുപോകും. 17:4 വായിച്ചേ. ശൗമേലിൻ്റെ 1-ാം പുസ്തകം 17:4. 5 പട്ടണവും 5 മല്ലനും 5 പ്രഭുവും 5 ദൈവവും 5 ക്ഷേത്രവും ഒക്കെ ആ കണക്ക്. ഒരുത്തൻ്റെ നെടുപ്പം വായിച്ചേ 17:4. ആ പടപ്പതടി.
ഇതാണ് ഫെലിസ്തീയ പ്രകൃതി. അപ്പോൾ ഫെലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴ 1 ചാൺ നെടുപ്പവും, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലിൽ താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്ത് പടപ്പുതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ, പണ്ടൊരാൾ വായിച്ചു, ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞ പരിചയം കാണും, കുറെ നാളായിട്ട് നടക്കുന്നതിന് പരിചയമില്ലേ? അപ്പോൾ ഇതാണ് ഫെലിസ്തീയ പ്രകൃതി. ഭയങ്കര നെടുപ്പമാ, കണ്ടാൽ അന്തം വിട്ടുപോകും. ഇങ്ങനെയുള്ളവരുടെ ദേശത്ത് കൂടിയാണ് ഈ ഹൈവേ. നമുക്ക് തോന്നി ഹൈവേയിൽ എന്നാ ദൈവം ഞങ്ങളെ വിടാത്തെ, വീതിയുള്ള വഴി കൂടെ എന്നാ വിടാത്തെ. അതിന്റെ കാരണം പറയാം. ഇസ്രായേൽ മക്കളെ അതിലെ വിട്ടാൽ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാൻ മേല. ഇസ്രായേലിന് വായിച്ച 3:1 ന്യായാധിപന്മാർ 3:1 എടുത്തേ. ന്യായാധിപൻ, അറിവുള്ള വാക്യമാ, വായിച്ചോ പെട്ടെന്ന്. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത, അപ്പൊ ഇവർക്ക് യുദ്ധം അറിയത്തില്ല. ആർക്ക്? ഇസ്രായേലിന് ഇവർക്ക് യുദ്ധം അറിയത്തില്ല. ഫെലിസ്തീനാണ് നന്നായിട്ട് യുദ്ധം ചെയ്യുന്നവരുവാ. ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ, ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. പിന്നെ ഇവർക്ക് അറിയാവുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, കഴിക്കാൻ അറിയാം നന്നായിട്ട്. ഇവർക്ക് അറിയാവുന്ന 2 കാര്യമാണ് പ്രധാനം. ഒന്ന്, കഴിക്കാൻ. അത് അവർ പറഞ്ഞല്ലേ, ഞങ്ങൾ അവിടെ വെച്ച് വില കൂടാതെ. പിന്നെ കൂടി ഇവർ കഴിക്കുന്ന കാര്യം പറയുമായിരുന്നു. 16:2, 11:4, പുറപ്പാട് 16:2, സംഖ്യ 11:4. പെട്ടെന്ന് വായിച്ചു. അടുത്തത് കഴിക്കുന്ന വിഷയമാണ്. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം. അപ്പൊ കഴിച്ച കാര്യം ഇവർക്കറിയാം, ഇവർ നന്നായിട്ട് കഴിക്കും. സംഖ്യ 11:4 കഴിച്ചതിന്റെ ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊടിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഇവിടെ വേറെ ഒന്നും. എങ്ങനുണ്ട്? അവർ 2 കാര്യം അറിയാം. ഒന്ന്, നന്നായിട്ട് കഴിക്കാൻ അറിയാം. ചിലർക്ക് കൈ അടിക്കാൻ അറിയാൻ പറ്റില്ല, കഴിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ നന്നായിട്ട് അവർ യോഗത്തിന് വന്നാൽ കൈ അടിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇരിപ്പ് കണ്ടാൽ നമുക്ക് ഇപ്പം തന്നെ അഡ്മിറ്റ് ആക്കാൻ തോന്നും. പക്ഷെ കഴിക്കുന്ന സമയം കത്തിയും മുള്ളുവാൻ നല്ലൊരു വല്യപ്പന വയ്യ ആരാധനയ്ക്ക് വന്ന് ഇങ്ങനെ പിടിച്ച്, അപ്പം പറഞ്ഞ് ഭക്ഷണം എടുക്കാൻ വേണ്ടിയില്ല, നല്ല പയറ് പോലെ പോയി ഭക്ഷണം എടുത്തോണ്ട്. ഇതെല്ലാം ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുക. കുറ്റമല്ല ഈ പറയുന്നത്. കൈയടിക്കാനും പാടാനും തീരെ ആവശ്യതയാണ്. അപ്പൊ 2 കാര്യം അറിയാം. ഒന്ന്, കഴിക്കാൻ അറിയാം. 2, കുഴയ്ക്കാനും അറിയാം. ഏതാ? ഇഷ്ടിക ഉണ്ടാക്കിയല്ലേ, നന്നായിട്ട് കുഴയ്ക്കാനറിയാം. ചിലരുടെ കയ്യിലോട്ടൊരു വിഷയം കൊടുത്ത് കുഴച്ച് കയ്യിൽ തരും. തലയാഴ്ച കൊടുക്കണം, പിറ്റേ ആഴ്ച കമ്മിറ്റിയിൽ അത് കുഴച്ച്. അപ്പൊ 2 കാര്യം നന്നായിട്ട് അറിയാം. ഒന്ന്, കഴിക്കാൻ അറിയാൻ. 2, കുഴയ്ക്ക്. പക്ഷെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഞാനിവിടെ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് ആത്മീക യുദ്ധമാണ്. ഒരു ദൈവവൈദ്യന്റെ ആത്മീക യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. അവിടെയാണ് നമുക്ക് ഫൈറ്റിങ്. അവിടെ നമ്മുടെ എതിരാളി പ്രത്യക്ഷപ്പെടുന്നത്. കൺവെൻഷൻ സ്റ്റേജിലൊന്നുമല്ല. സ്തോത്രം. കൺവെൻഷൻ സ്റ്റേജിലൊന്നുമല്ല എതിരാളി വരുന്നത്. എതിരാളി പ്രത്യക്ഷപ്പെടുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. അവിടെ ഫൈറ്റിങ്. നീ ശരിക്ക് യുദ്ധം ചെയ്യണം. നമ്മുടെ യുദ്ധം, നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഞാൻ ദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് നിർത്താം. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ഇവർക്ക് യുദ്ധം അറിയത്തില്ല. യുദ്ധം അറിയാത്ത ഇവരെ ഹൈവേ കൂടെ വിട്ടാൽ പതിയിരിക്കുന്ന ഫെലിസ്ത്യൻ കയറി അടിക്കുമ്പോ ഇവര് പുറകോട്ടോടി മിസ്രയീമിൽ പോകും. അത് ദൈവത്തിനറിയാം. അതാ അതിലേ വിടാഞ്ഞേ. തമ്പുരാൻ ഇവരെ ചെങ്കടലിനരികെയുള്ള വഴി കൊണ്ട് നടത്തി. പല കാര്യമോ, ഒരു കാര്യം പറഞ്ഞു നിർത്താം. ചെങ്കടൽ വായും പിളർന്നു നിൽക്കുന്നു, പുറകെ പർവ്വം വരുന്നു, പിടിക്കും, കൊള്ള പങ്കിടും എന്ന് പറഞ്ഞാൽ മുമ്പിച്ച് കടല്, പുറകെ ചെകുത്താൻ. അതാ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, എൻ്റെ തങ്കമ്മേ, ഞാൻ കുറേ നാളായിട്ട് ചെകുത്താൻ്റെ, അത് ഇവിടുന്ന് കിട്ടിയ പോയിന്റാ. ചെകുത്താൻ പുറകെ വരുന്നു, കടല്. അപ്പം കടല് വിഴുങ്ങാൻ നിൽക്കുന്നു, പർവ്വം പിടിക്കാൻ പുറകെ വരുന്നു. വളരെ പരീക്ഷയോട് കൂടെ പോക്ക് വഴിയുണ്ട്.
പരീക്ഷയോടുകൂടെ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക. പറവോൻ പുറകെ പിടിക്കാൻ വരുന്നു. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരു കുളമ്പ് പോലും പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ഇവര് മിസ്രയീമിൽ നിന്ന് പോന്നപ്പോ സകല സാധനമായിട്ടാ പോണത്. ഒരു കുളമ്പ് പോലും. സാറ എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ട്, പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. അപ്പൊ അവിടെ നിന്ന് പോന്നപ്പോ ഇതെല്ലാം പെട്ടി, മേശ, കട്ടില്, പുട്ടില്, തൊട്ടി, ചട്ടി, വട്ടി, പട്ടി. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ മുട്ടി പറകതിൻ മട്ടിൽ നല്ല ലൊട്ടുകൾ കൂട്ടി ചട്ടി മരം കല്ലം കോട്ട നല്ല ചട്ടുറ്റ ചട്ടികൾ വണ്ടി. വെട്ടിമരം കല്ലം ചാട്ട നല്ല ചട്ടുറ്റ വണ്ടികൾ കോട്ട. കൊട്ടകൾ വട്ടികൾ ചട്ടി മരം കോട്ടകൾ ലോട്ടകൾ കൂട്ട ചട്ടി മരം കല്ലം കോട്ട നല്ല ചട്ടുറ്റ ചട്ടികൾ വട്ടി. അട്ടിയടുക്കി ശകട നിന്റെ തട്ട് തകരുമെന്നോണം. അട്ടിയടുക്കി ശകട നിന്റെ തട്ട് തകരുമെന്ന്. പാടാൻ നേരമില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കുളമ്പ് പോലും പട്ടുപോകാതെ അവിടുന്ന് പുറപ്പെടുവിച്ചു. അങ്ങനെ പുറപ്പെടുവിച്ച ഇവരെ പറവോന്റെ കൈ ദൈവം കൊടുക്കുകയല്ല. എന്നാൽ മുൻപിൽ ഇപ്പൊ ചെങ്കടൽ നിൽക്കുക വിടുങ്ങാൻ. ഇതിന്റെ നടുവിൽ ജനം ഭാരപ്പെട്ട് പിറുപിറുത്തപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞ് പിറുപിറുക്കണ്ട, പരീക്ഷയോട് കൂടെ പോക്ക് വടി ഉണ്ടാക്കാൻ പോവുക. നിന്റെ കയ്യിലൊളിക്കുന്ന വടിയുണ്ടല്ലോ, വടി ചെങ്കടലിന്മേ നീട്ടെ. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേ നീട്ടി വിഭാഗിച്ചെന്നൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ആ ചെങ്കടലിനെ വിഭാഗിച്ചു, അങ്ങനെയൊക്കെയാ. പക്ഷേ ഒരു കാര്യമുണ്ട്, വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ കൗൺസിൽ കൂടി. സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൗൺസിൽ കൂടും. വിശേഷിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി കൗൺസിൽ കൂടും. നമ്മുടെ കൗൺസിൽ പോലെ അടിയും തെറിയും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തോന്നിവാസം എഴുതി വിടുന്ന കൗൺസിലല്ല ഇവിടുത്തത്. ഇവിടുത്തെ കൗൺസിൽ ഇപ്പം പിന്നെ AC ആക്കിയത് കൊണ്ട് എന്തുവാ പറയുന്നെന്ന് പോലും. ഒരാൾ പറഞ്ഞു, അച്ഛാ ഭയങ്കര ബഹളമായിരുന്നു. അപ്പം പറഞ്ഞു ഒന്നും കേട്ടില്ല. അങ്ങനെ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആടാ, നമുക്കിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. സ്വർഗത്തിൽ കൗൺസിൽ കൂടി. കൗൺസിൽ കൂടിയപ്പോൾ തമ്പുരാൻ, കൗൺസിൽ കൂടിയ ദൂതന്മാർ, കോടി ദൂതന്മാർ നിൽക്കുകയല്ലേ. ദൈവത്തിന് മഹത്വം. തമ്പുരാൻ ദൂതന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം. ഒരു ദൂതനെ ഇഞ്ഞ് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നാ, നീ താഴോട്ടൊന്ന് ചെല്ലണം. എവിടെ? ആ ചെങ്കടൽ തീരത്തോട്ടൊന്ന് ചെല്ലണം. എന്തിനാ? അവിടെ ആണ്ട് ഒരുത്തം വായും പിളർന്ന് നിൽക്കുന്നുണ്ട്. ചെങ്കടല്, ഈ ചെങ്കടൽ എന്നുള്ളതൊരു ശക്തിയാണ്. അതൊരു വ്യക്തി പ്രഭാവവും കൂടാ. കാരണം ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഓരോ ദൈവങ്ങൾ, ഓരോന്നിനും ഓരോ ദൈവങ്ങളാണ്. അങ്ങനെ പഠിക്കുമ്പോൾ അഗ്നിക്കൊരു ദൈവമുണ്ട്, അനലൻ. വായുവിനൊരു ദൈവമുണ്ട്, വായു ഭഗവാൻ. വെള്ളത്തിനൊരു ദൈവമുണ്ട്, അതിന് പറയുന്നത് ഈ വരുണൻ. രാമപുരത്ത് വാര്യർ ഒരു വരി എഴുതിയിട്ടുണ്ട്, മൂർത്തി 330 കോടി ദൈവങ്ങളുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി. മൂർത്തി 330 കോടി ദേവന്മാരും. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുമ്പം വെള്ളത്തിൻ്റെ ഒരു ദൈവമാണ് വരുണൻ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനന്തരം ജലാധിപതിയായ ഒരു ദൂതൻ, ഇതിനൊരു അധിപതിയുണ്ട്. അപ്പൊ ഈ അധിപതി ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുക, ദൈവജനത്തെ വിഴുങ്ങാൻ. സ്വർഗം കൗൺസിൽ കൂടി. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം ഒരു കാറ്റടിപ്പിച്ചെന്ന. യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഉഷ്ണക്കാറ്റടിപ്പിച്ചെന്ന. ഉഷ്ണക്കാറ്റ്. നിങ്ങൾ ഒരു വാക്യം വായിച്ച് അവിടെ വായിക്കുന്നത് ഒരു കാറ്റ് വന്ന് ഒറ്റ അടി അടിച്ചു ചെങ്കടലിനെ. അടിച്ചു കഴിഞ്ഞപ്പോൾ ചെങ്കടൽ 7 കൈവഴിയായിട്ട് ചെതറി വെച്ച് ചെരുപ്പ് നനയാതെ ഉണങ്ങിയ നിലത്തൂടെ വരെ മറുകര കടത്തി. പരീക്ഷയോടുകൂടെ പോക്ക് വഴി. നിങ്ങൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ന്റെ-15. അത് തന്നെ ഉറക്കവായിര്. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി
അതിനെ അടിച്ച് 7 കൈവഴികളാക്കി. ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്താം. പരീക്ഷയോട് കൂടെ പോക്ക് വഴിയാ. ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുന്നു, പറവോൻ ചെകുത്താൻ പിടിക്കാൻ വരുന്നു. ജനം ഭാരപ്പെട്ട് നിലവിളിച്ചപ്പോൾ സ്വർഗം കൗൺസിൽ കൂടി. അവൻ കാറ്റടിപ്പിച്ച്, ഉഷ്ണക്കാറ്റെന്നാ കൊടുത്തിരിക്കുന്നത്. ഈ കാറ്റെന്നുള്ളത് ദൂതനാ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിയാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കും. ദൂതസഞ്ചയം നമുക്ക് കാവലാ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. ശക്തിയും ബലവുമേറിയ ദൂതന്മാരെന്നാ ലൂക്കോസും പറഞ്ഞിരിക്കുന്നത്. ഒരു ദൂതന്റെ കാര്യത്തിൽ നമുക്കറിയാം. പണ്ടൊരിക്കൽ ദൈവം ഒരു ദൂതനെ വിളിച്ചു പറഞ്ഞോട്ട് വരാൻ പറഞ്ഞു. ദൂതൻ ഇങ്ങനെ നിൽക്കുകയല്ലോ, നമ്മൾ പാട്ട് പാടുമ്പോൾ സദാ സന്നദ്ധരായി നിൽക്കുക. അപ്പോൾ ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നീ പെട്ടെന്ന് അശൂർ പാളയത്തിലോട്ട് പോയിട്ട് വരാൻ. ആ ദൂതൻ അങ്ങോട്ട് ചെന്നോ ഒറ്റയടി 1,85,000. സ്തോത്രം. ഒരിക്കൽ വേറൊരു ദൂതനെ വിളിച്ചു പറഞ്ഞു, ഹെരോദാവിന്റെ പാലസിലോട്ട് ചെല്ലാൻ. അയാളിങ്ങനെ അണിഞ്ഞൊരുക്കി ഒറ്റയടി, അന്നേരം കൃമിക്കരയായി. വേറൊരു ദൂതനോട് പറഞ്ഞു, ആ ഗുഹയ്ക്കകത്തോട്ട് ആ സിംഹ ഗുഹയിലോട്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വിശ്വാസമൊന്നുമില്ല, ചുമ്മാ ഇരിക്കുക. ഇങ്ങനത്തെ ദൂതന്മാരായി എനിക്കും നിനക്കും കാവല്. സ്വർഗം കൗൺസിൽ കൂടി വെച്ച ഒരു ദൂതനോട് പറഞ്ഞു, നീ താഴോട്ട് എന്ന് അണ്ട വായും പിളർന്ന് നിൽക്കുന്ന വൈരിയെ കണ്ടോ, ചെങ്കടലെ കണ്ടു, ഒരടി അടിക്കാൻ പറഞ്ഞു. ദൂതൻ ഇങ്ങോട്ട് വന്ന് ഒറ്റ അടി അടിച്ചു. ഒരടി അടിച്ചപ്പോൾ 7 കൈവഴിയായി ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ചെരുപ്പ് നനയാതെ ഉണങ്ങിയ നിലത്തൂടെ ദൈവം തമ്പുരാൻ വരെ മറുകര കടത്തി. പരീക്ഷയോടുകൂടെ നിനക്ക് പോക്കുവഴിയുണ്ട്. നിന്നെ വിടുങ്ങുവാൻ ഭാവിക്കുന്ന വൈരിയെ ദൈവം അടിക്കും. ദൈവജനത്തെ, ദൈവസഭയെ, ദൈവപ്രവർത്തനങ്ങള്, സുവിശേഷത്തെ, സുവിശേഷ പ്രവർത്തനങ്ങള് അതിന് തടയണയിട്ടുകൊണ്ട്, അത് രാജ്യമാന്നേലും രാഷ്ട്രമാന്നേലും ദേശമാന്നേലും ആര് വിരോധമായി വന്നാലും സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ദൂതനെ ഇറക്കി. ഉടാമനതല്ല പടബലപതല പടവശ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൂതനെ പരീക്ഷയോടുകൂടെ നിനക്ക് പോക്കുവഴിയുണ്ട്. ശത്രുവിന്റെ കൈ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ദൂതനെ ദൈവമറക്കി. ദൂതൻ വന്ന് ചെങ്കടലിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാറ് തന്റെ ജനത്തെ മറുകര കടത്തി. പരീക്ഷയോടുകൂടെ നിനക്ക് പോക്കുവഴിയുണ്ട്. പറവോന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ചെങ്കടൽ നിന്നെ വിഴുങ്ങുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ ജനമേ, ദൈവം നിനക്ക് വിടുതൽ തരുന്ന രാത്രിയാ. നീക്ക് പോക്ക് തരും. പരീക്ഷയോടുകൂടെ വിവിധ പരീക്ഷകളിൽ ഞരങ്ങുന്ന ദൈവത്തിന്റെ പൈതലിന് ഇന്ന് രാത്രി ദൈവം പരീക്ഷയോടുകൂടെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കെട്ടുകൾ പൊട്ടട്ടെ. ജനത്തെ കാർന്നു നിന്നുന്ന, ജനത്തെ തടയുന്ന, ജനത്തിന്റെ വഴികളെ അടയ്ക്കുന്ന, മുക്കിക്കൊല്ലുവാൻ ഭാവിക്കുന്ന, കപ്പിക്കളയുവാൻ ഭാവിക്കുന്ന വൈരികളുടെ തന്ത്രങ്ങളെ ഇന്ന് രാത്രി അടിച്ചു മാറ്റി ദൈവം നമുക്ക് വഴിയൊരുക്കും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി വിടുതൽ, 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 വിടുതൽ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാട്ടുമൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം അതിക്രമിച്ചിരിക്കുന്നില്ല. കർത്തൃദാസൻ 10 മിനിറ്റിലൂടെ എടുത്തോന്ന് പറഞ്ഞത് കൊണ്ടാണ് എടുത്തത്. ഇല്ലെങ്കിൽ 8:30 തന്നെ നിർത്തിയാനും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ചതിനും സമയം തന്നതിനും സഭയായിട്ടും ദൈവദാസനും എല്ലാം നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവിൻ്റെ വരവിനായിട്ടൊരുക്കാം. പരീക്ഷയോടുകൂടെ ദൈവം പോക്ക് വഴി ഉണ്ടാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.